ഇനി അവിടെ ഒറ്റ വിഷയം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മഹാനരായ സയ്യിദ് യഹിയൽ ബുഖാരി തങ്ങൾ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, സയ്യിദ് അവറുകൾ നമുക്ക് നേതൃത്വം നൽകുമ്പോൾ പലർക്കും വലിയ അടങ്ങാറാണ്. ശൈഖുന കോട്ടയിൽ വന്നു, അങ്ങനെ അരിച്ച് പെറുക്കി എവിടെങ്കിലും ഒന്ന് യഹിയൽ ബുഖാരി തങ്ങളെ സംസാരത്തിൽ നമുക്കെതിരെ കൊണ്ടുവരാനുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ തങ്ങളവറുകളുടെ ഒരു സംസാരത്തിൽ തദ്ബീറെന്നോ നിയന്ത്രണമെന്നോ എന്തോ ഒന്ന് കേട്ട് ചാടി പുറപ്പെട്ട് എന്ത് യഹിയൽ ബുഖാരി തങ്ങൾ നിങ്ങൾ പറഞ്ഞതിനെതിരെ. ഞങ്ങൾ പറഞ്ഞത് പുതിയ ആശയമാണോ? ഞങ്ങൾ പറഞ്ഞു ഖുർആനിൻ്റെ ആശയല്ലേ, ഫൽ മുദബ്ബിറാത്തി അംറ. ഒരു കാര്യം അവിടെയും വ്യക്തമായി, ഔലിയാക്കൾക്ക് ലോകത്തിൻ്റെ നിയന്ത്രണം ഉണ്ട് എന്നുള്ളത് നമ്മളെ വാദമാണെന്ന് അവർ പറയുന്നത്. അൽഹംദുലില്ലാഹ്, അതാണ് അഹ്ലുസുന്നന്റെ വാദം. ആ വാദമാണ് ഖുർആൻ പറഞ്ഞ ഫൽ മുദബ്ബിറാത്തി അംറ. ആ വാദമാണ് ഉഅ്തീതു മഫാത്തിയ ഖസാഇനിൽ അർദ്, ലോകത്തുള്ള സർവ്വ കാര്യങ്ങളെ നിയന്ത്രണം എനിക്കുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വാദ ഔതുല്ലാന്നും പറഞ്ഞ വാദം, ബിലാദുല്ലാഹി മുൽക്കി, ലോകം മുഴുവനും എൻ്റെ അധികാര പരിധിയിലാണ് എല്ലാ വലിയ. അതാണ് മടവൂർ ശൈഖുന പറഞ്ഞത്. അപ്പോൾ അവിടെ ഞങ്ങളാണുള്ളത് നിങ്ങൾ സമ്മതിച്ചല്ലോ, നന്ദി. ആ വാദം ഞങ്ങളുടെ വാദം തന്നെയാണ്, അത് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറുമാണ്. പ്രാമാണികമായി വരി, ഞങ്ങൾ തെളിയിച്ചു തരാം. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളെ പ്രസിഡന്റും ആ വാദക്കാരനാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് സുലൈമാൻ ഉസ്താദ്, വിനയാനിതനായ വളരെ നിഷ്കളങ്കനായ ഒരു മനസ്സിൻ്റെ ഉടമ. അത് ഞാനെന്നും പറയും, നിങ്ങൾ ദേഷ്യം പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതാണ് നിങ്ങളെ പറയുമ്പോൾ സുലൈമാൻ ഉസ്താദിനെ ഞാൻ ഒഴിവാക്കി വെക്കുന്ന നിങ്ങളിൽപ്പെട്ടതല്ല. സുലൈമാൻ ഉസ്താദ് പറഞ്ഞു ഞങ്ങളോട് ലോകം നിയന്ത്രിക്കുന്ന മുത്തു റസൂലാണ് എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രസിഡന്റിന് നിങ്ങൾക്ക് ബോധമല്ലേ? മറ്റേ ആൾ ഷറഫുൽ മഖാസിദൊക്കെ ചോദിച്ചു വന്നതിൻ്റെ പേരിലല്ലേ? അപ്പോൾ ഞങ്ങളുടെ വാദം തന്നെയാണത്. ആ വാദം ഏറ്റവും കൂടുതൽ ഉള്ളവരിൽപ്പെട്ട മഹാനാണ് സയ്യിദ് യഹിയൽ ബുഖാരി തങ്ങൾ. യഹിയൽ ബുഖാരി തങ്ങളൊക്കെ ഔലിയാക്കൾക്കുള്ള നിയന്ത്രണം പറഞ്ഞ സദസ്സിൽ നിങ്ങൾ ഇരുന്നാൽ നിങ്ങൾ ബോധം കെട്ടാണ് വീഴും. ആ ബാക്കി പറഞ്ഞിപ്പോൾ പറയാൻ പോലും പറ്റില്ല. ഇനി ഒന്നും ബാക്കി ഉണ്ടാവില്ല, ഒക്കെ ഓലാന്നാ പറയാം. നിങ്ങൾക്ക് തിരിഞ്ഞിനോ യഹിയൽ ബുഖാരി തങ്ങളെ? അവരെ ഭാഷ അറിയോ നിങ്ങൾക്ക്? അവരെ പ്രയോഗം അറിയോ നിങ്ങൾക്ക്? പേരോടിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഷർഹുൽ മഖാസിദ് ഉദ്ധരിച്ച് അല്ലാഹ് മാത്രമാണ് ഇവിടെ പിന്നെ ലോകം നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ അള്ളാഹിനെ കുറിച്ച് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ, അല്ലാഹ് കൊടുത്താൽ പോലും ഔലിയാക്കൾക്ക് ഉണ്ടാവില്ല, കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞ പ്രസംഗം പേരോടിൻ്റെത് കേൾക്കുമ്പോഴാണ് തങ്ങൾ പറയുന്നത് അവൻ്റെ മുഖം തന്നെ മാറിപ്പോയി, മുനാഫിക്കാണ് അവൻ. കക്കാടും കേൾക്കണം കേട്ടോ. അതിന് യഹിയൽ ബുഖാരി തങ്ങളെ ആ വാക്ക് എപ്പോഴെങ്കിലും ഒന്ന് വന്ന് കേട്ടിട്ട് കാര്യമില്ല. തങ്ങൾ ഇങ്ങനെയും സംസാരിക്കലുണ്ടെന്ന് കക്കാടൊന്നും അറിയണമല്ല, ഒക്കെ കേൾക്കണ്ടേ ആള്. രണ്ടു കൂട്ടർക്കും പറ്റിയൊരു ക്ലിപ്പാണ്. അപ്പോൾ അത് ആദ്യം ഒന്ന് വെച്ചു കൊടുക്കും. മുഖത്തിന്റെ ദർശനം പോയി, പിന്നെ മുഖത്തിന്റെ ദർശനം പോയി. ഇവനെപ്പോലത്തെ പേരുകളുള്ള ലോകത്ത് ഇവനെ പിടിച്ചിട്ട് ലേപ്പം നടക്കുന്നത്. ഇവനെപ്പോലത്തെ മുനാഫിക്കുകളെ ഇവിടെ ഫേമസ് ആയ ക്ലിപ്പാത്. പേരോണ്ണ നോക്കിയിട്ടാ ഇവനെപ്പോലത്തെ മുനാഫിക്ക് വേറെ എവിടെ ഉള്ളത്? എന്താ കാരണം? ഔലിയാക്കൾക്ക് നിയന്ത്രണമല്ല, അത് അല്ലാഹു കൊടുത്തിട്ടില്ല. ഷറഫുൽ മഖാസിദൊക്കെ പറഞ്ഞ് ലോകത്തിന്റെ നിയന്ത്രണം ഔലിയാക്കൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ മുശ്രിക്കാവും എന്ന് പറഞ്ഞതിനെ റദ്ദ് ചെയ്തിട്ടാണ് ഇവനെപ്പോലത്തെ മുനാഫിക്ക് നാര് പ്രയോഗിച്ചത് സയ്യിദ് യഹിയൽ ബുഖാരി തങ്ങൾ. അതാണ് അവരുടെ വാദം. ഔലിയാക്ക് ഞങ്ങളൊക്കെ പറയുന്നതിനല്ല, അള്ളാഹ്ക്ക് ഇവിടെ 3 രൂപത്തിലല്ലേ നമ്മളെന്നെ തദ്ബീറിനെ പറഞ്ഞ്. ഒന്ന് ബിദ്ദാത്ത് നിയന്ത്രണം, ഇലാഹ് എന്ന നിലക്കുള്ള നിയന്ത്രണം, അത് അള്ളാഹ്ക്ക് മാത്രമാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് മശായിഖുമാർക്ക് റസൂലുള്ളാഹിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ലോകത്തിൻ്റെ നിയന്ത്രണം നൽകുന്നു. അത് ബിത്തബഅാണ്, അത്വാഇയാണ്, ഇലാഹിയല്ല. ഇലാഹിയാണ് അള്ളാഹ്ക്ക് മാത്രം, അത്വാഇയാണ് ഗൗസുൽ ആലമിന്, ലോകം മുഴുവൻ തന്നെ. വ്യത്യാസം വന്ന് അത്വാഇയാണ്, അള്ളാഹിൻ്റെ ദാത്തിയാണ്. ഇത് ഞങ്ങളൊന്നും പറയുന്നതല്ലേ.
അള്ളാഹിൻ്റെ അധികാരത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് തങ്ങൾ അവർ പറഞ്ഞത് ആ അധികാരം അള്ളാഹ്ക്കുള്ളതാണ്. അത് തങ്ങൾ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഇലാഹിയായ ബന്ധം, ഇലാഹിയായ നിയന്ത്രണം അത് അള്ളാഹ്ക്കാണ്. അത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. അല്ലെങ്കിൽ തങ്ങളെ വാക്കൊക്കെ പോലെ എങ്ങനെ വിശദീകരിക്കാനാണ്? പൗസുൽ ആദം പറഞ്ഞു, എന്നോട് തേടുവീൻ, ഞാൻ ഉത്തരം ചെയ്യും. വല്ലാ നിലയിനും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാ ഉത്തരം ചെയ്യും ഞാനെന്നോവർ. അതേ പൗസുൽ ആദമിൻ്റെ കിതാബിൽ ഒരു കാര്യത്തിനും അല്ലാത്തവരോട് തേടാനേ പാടില്ല. വഹാബികൾ അന്ന് എടുത്തു വരും. കണ്ടില്ലേ പൗസുൽ ആദമിൻ്റെ ഫതൂർ റബ്ബാനിയിൽ ഇതാ ആരോടും തേടരുത് എന്ന് പറയുന്നു. ആരോടും തേടരുത് എന്ന് അവർ പറയുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അള്ളയും അവരും മാത്രം മുനാജാത്തിലായിരിക്കുന്ന ഘട്ടങ്ങൾ അവിടെ പിന്നെ സൃഷ്ടികൾ അവർ കാണുന്നില്ല. ആ സമയത്ത് പറഞ്ഞ വാക്കുകളുണ്ടാവും. അതെടുത്തുകൊണ്ട് വന്ന് അപ്പുറത്തെ വാക്കിനെ ഗണ്ണിക്കാൻ വഹാബി എന്താണോ ചെയ്യണത് അതിനല്ലേ ഇപ്പം നിങ്ങളും ചെയ്യണത്. യഹ്യൽ ബുഖാരി തങ്ങൾ ഇതിൽ കർശന നിയമമുള്ള ആളാണ്. അള്ളാഹുവിൻ്റെ കുദറത്തും ഇലാഹിയായ കുദറത്തും വിശദീകരിക്കുമ്പോൾ പറഞ്ഞ വാക്ക് അതെങ്ങനെ എങ്ങോട്ട് എടുത്തുകൊണ്ടുള്ളത്? അതൊന്ന് ശരിക്കും കേട്ടോ. ഓലിട്ട ക്ലിപ്പിൽ തന്നെ ഉണ്ടായി. അവരെന്നിട്ട ക്ലിപ്പിൽ എൻ്റെ ലാസ്റ്റ് കേട്ട വിഷയം തീരും. അതും കൂടി ഒന്ന് കളിപ്പിച്ചു കൊടുത്തേക്ക്. സർവശക്തനായ അല്ലാഹുവാണ് നമ്മുടെ റീഡിങ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ല. എല്ലാ പ്രവർത്തനത്തിലും കൺട്രോൾ ചെയ്യുന്ന ഒരു രക്ഷിതാവായ അല്ലാഹുവാണ്. മറ്റേ ശിവാശേക്കും വൈദ്യശേക്കും മടപൂർവൊന്നുമല്ല. മുജാഹിദ് എന്ന് പറയുമ്പോൾ ആറ് മുജാഹിദ് എന്ന് പറയും. തൗഹീദാണ്. അല്ലാഹു നിയന്ത്രിക്കുന്നത് അവന്റെ നിയന്ത്രണ പ്രവർത്തനത്തിൽ ഇലാഹിയായ ബന്ധം, ഇലാഹിയായ പ്രവർത്തനങ്ങൾ വളരെയധികം സൂക്ഷ്മയോട് പ്രവർത്തിക്കുന്ന അതാണ് അല്ലാഹുവിൻ്റെ പ്രവർത്തനം. അത് ഇലാഹിയായ ബന്ധം, ഇലാഹിയായ നിയന്ത്രണം. അത് ഔലിയാക്കൾ ഉണ്ടാവില്ലല്ലോ. ഇലാഹ് എന്നതിലേക്ക് അതല്ലേ ഈസാ നബിയെ കുറിച്ച് നസാറാക്കൾ പറഞ്ഞല്ലോ ദൈവപുത്രനാണ്. അങ്ങനെ നിങ്ങൾ പറയാൻ പാടില്ല. ഇലാഹ് എന്നതിലേക്ക് കൊണ്ടുപോകണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പറയാൻ ഇപ്പം നിങ്ങൾ എന്തിന് എത്ര ഇറങ്ങാനാണ്? യഹ്യൽ ബുഖാരി തങ്ങൾ നമ്മളൊക്കെ പറഞ്ഞതന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലല്ലാതെ ഇലാഹില്ല. ഇലാഹിയായ എന്ന് പറഞ്ഞാൽ ഇലാഹാണ് എന്ന നിലക്കുള്ള നിയന്ത്രണം അതാർക്കും ഇല്ലല്ലോ. അതേസമയം ഇലാഹു കൊടുത്ത നിയന്ത്രണോ അത് ഓസുലാദമനുണ്ട്, അത് മടവൂർ ശൈഖുനാക്കുണ്ട്, അത് മുത്തു റസൂലിൻ്റെതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മതിയായിട്ടില്ലെങ്കിൽ ഞാൻ ഇനി യഹ്യൽ ബുഖാരി തങ്ങൾ തന്നെ അതിന് നിങ്ങൾക്ക് മറുപടി പറയും. അപ്പം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പോയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പോലും കഴിയില്ലായി. ഔലിയാക്കളുടെ ലോകം തങ്ങളങ്ങോട്ട് വിശദീകരിച്ചാൽ നിങ്ങൾ കത്തിക്കരിഞ്ഞു പോവും. അത് വേണ്ടാന്ന് കരുതിയിട്ടാണ് ഞാൻ തന്നെ മറുപടി പറഞ്ഞത്. ഇലാഹിയായാന്ന് ശ്രദ്ധിക്കാതെ എന്തെങ്കിലും പറഞ്ഞു പോകരുത്. അപ്പം അതുകൊണ്ട് നമ്മളെ കോട്ടയിലൊന്ന് കയറിയപ്പോൾ നിങ്ങൾക്കൊരു ഇളക്കണ് വന്നതാണ്. കുഴപ്പമില്ല, ചെറിയൊരു മരുന്നാണ് ഇപ്പോൾ തന്ന്, ചെറിയൊരു ഡോസ്. ഇൻഷാ അല്ലാഹ് വേണ്ടി വന്നാൽ നമുക്ക് അടുത്ത ഡോസ് കൊടുക്കാം. റെഡിയാണ്. പിന്നെ പേരോടിൻ്റെ സംവാദം അൽ-അൻവാറുൽ ഖുദൂസിയോ നമുക്ക് ശനിയാഴ്ച വന്ന് ശരിയാക്കാം. ഒരൊറ്റൊന്നിനും വിടൂലട്ടെ. ഈ അടവൊന്നും നടക്കൂല. ഞങ്ങൾ ധൈര്യസമേതം മശായിഖിൻ്റെ മദതിൽ മുന്നോട്ടാണ്. ഈ കുതന്ത്രം ഞങ്ങൾ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. അതവിടെ വിലപ്പോവില്ല. ഈ സമരം തുടരും, ഈ പ്രയാണം തുടരും. ഒരു സലാമത്തും നിങ്ങൾക്കുണ്ടാവില്ല. മടങ്ങി വന്നോളി, അപ്പം ഉണ്ടാവും. മശായിഖിൻ്റെ വഴിയിലേക്കാണ് പോരി. അപ്പോൾ സലാമത്തായി ജീവിക്കാം. നമുക്ക് നല്ലൽക്ക് മരിക്കുക. ബഹുമാനപ്പെട്ട അബ്ദുസലാം സഖാഫി ഉസ്താദി അടുത്ത് വഫാത്തായി. അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. നമുക്കെല്ലാം മശായിഖന്മാരുടെ വഴിയിൽ ഇസ്തിഖാമത്ത് അള്ളാഹു നൽകട്ടെ.